അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. ഈ മീറ്റിങ്ങിൻ്റെ ചെയർമാൻ മോബി, ഞാനൊരു മൂത്ത ജ്യേഷ്ഠനെ അപ്പുറമായി കഴിഞ്ഞ 15 വർഷത്തിലധികം എഴുപത്തോടെ സ്നേഹിക്കുന്ന ബഹുമാനീയനും ആദരണീയനുമായ കർത്താവിൻ്റെ ദാസനാണ് വിൽസൺ പാസ്റ്റർ. ബഹുമാനപ്പെട്ട വിൽസൺ പാസ്റ്ററും മമ്മയും ചെങ്ങന്നൂർ സെൻറ്ററിൽ ഏതാണ്ട് 11 വർഷം ഞാനുണ്ടായിരുന്നു. അതിലെ 8 വർഷം സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷിച്ചു. പാസ്റ്റർ KM ജോൺ എന്ന നിത്യത്തിൽ ശ്രമിക്കുന്നു. എൻ്റെ അപ്പൻ എന്നെ ജനിപ്പിച്ച എൻ്റെ പിതാവ് കഴിഞ്ഞാൽ IPCയിലെ എൻ്റെ സ്വന്തം പിതാവിനേക്കാൾ അപ്പുറം ഞാൻ സ്നേഹിച്ചൊരു ദൈവവൃത്തിനാണ്. എനിക്ക് ശുശ്രൂഷയിൽ വളരാൻ ധാരാളം അവസരങ്ങൾ ഒരുക്കിയ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശുശ്രൂഷകളുടെ എക്സ്പീരിയൻസാണ് എന്നെ ശുശ്രൂഷയിൽ എനിക്ക് മുൻപോട്ട് പോകാനുള്ള യാത്രയ്ക്ക് ബലം കിട്ടിയത്. അന്ന് തുടങ്ങിയ ഒരു വലിയ സ്നേഹബന്ധമാണ് വിൽസൺ പാസ്റ്ററുമായിട്ട്. ഓർമ്മകൾ ഒത്തിരിയുണ്ട്. എന്നെ ഒത്തിരി സ്നേഹിച്ചു. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഈ UAE ഒരു സഭാചാർജിന് വരേണ്ടിയിരുന്നത് ഷാർജയിലാണ്. എനിക്കറിയത്തില്ല എന്നെ എന്ത് കണ്ടിട്ടാണ് എന്നെ വർഷിപ്പ് സെൻറ്ററിലെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതെന്ന്. പക്ഷേ ഒരു പ്രാവശ്യമല്ല, ഖത്തറിൽ വന്ന് പാഴ്സനേജിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് എന്നെ വിളിച്ച് അന്ന് മുതലുണ്ടായ ഒരു വലിയ ഇഴയണം. ഇവിടേക്ക് ഗിൽഗാലിൽ വന്നു കഴിഞ്ഞും എന്നോട് 2 പ്രാവശ്യം ചോദിച്ചു. അത്രയ്ക്കൊരു സ്നേഹവും ബന്ധമായിരുന്നു. ആ സ്നേഹത്തിനും ബഹുമാനത്തിനും കരുതലിനുമൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. കർത്താവിൻ്റെ ദാസൻ ശമൂവേൽ തോമസ് അവർ വളരെ ആഴമായ ഒരു ഇഴയെടുപ്പം ഭവിഷ്യൻ്റെ ഞങ്ങളുടെ ഗ്രേസ് മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ദൈവാസനം കുടുംബത്തെ ആദ്യം പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ ആ സ്നേഹം ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലുപരിയായി തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഡൽഹി സ്റ്റേറ്റിൽ നിർവഹിച്ചത്. അവിടുത്തെ 25 വർഷം തികയുന്ന ആ വാർഷിക കൺവെൻഷനിൽ ഏറ്റവും ചെറിയവനായ എന്നെ ആ ശുശ്രൂഷയ്ക്ക് വിളിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ബഹുമാനവും സ്നേഹത്തിൻ്റെ ആഴം എന്നെ ഡൽഹി കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് ശുശ്രൂഷയ്ക്ക് വലിയൊരു വേദി ഒരുക്കി തന്ന ആ നല്ല സ്നേഹം, ആ കുഞ്ഞുങ്ങളൊക്കെ ആയാലും പറഞ്ഞാൽ തീരാത്തൊരു വലിയ ബന്ധമാണ് കർത്തൃദാസനുമായിട്ട്. ഞാൻ ജിനുമോൻ എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജിനു ജോർജ് ഒരിക്കൽ പോലും വിളിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വരത്തില്ല. വായിലെപ്പോഴും ജിനുമോനെന്നേ വരത്തുള്ളൂ. 2010 മുതൽ ഞാൻ അവരുടെ 5 മുതൽ അവരുടെ പാസ്റ്ററായിരുന്നു ഞാൻ. അങ്ങനെ ഒരു വലിയ ബന്ധമാണ്. ഇന്നും വളഞ്ഞവട്ടം സഭയുടെ എത്രയോ പാസ്റ്റർമാർ എനിക്ക് ശേഷം അവിടെ വന്നിട്ട് പോയി. ഇന്നും അവിടുത്തെ ഓരോ ദൈവമക്കളും അങ്ങനെയാണ് ഞങ്ങളെ വിളിക്കുകയും ബന്ധപ്പെടുകയും അവരുടെ ഏറ്റവും കാര്യങ്ങൾ. ഞങ്ങൾക്ക് ലോക്കൽ ചർച്ചിലൊരു മെമ്പർഷിപ്പ് എടുത്താൽ ന്യായമായിട്ട് അവിടെ ആയിരുന്നു എടുക്കേണ്ടത്. അത്ര ബന്ധമാണ്, അത്ര സ്നേഹബന്ധമാണ് ആ കുടുംബം. പ്രത്യേകിച്ച് ലീലമ്മാമ, തൻ്റെ മാതാവും. കർത്താവിൻ്റെ ദാസൻ PM ശമൂലും ഞാനുമായിട്ട് കർത്താവിൻ്റെ ദാസൻ ഓർമ്മിച്ച പോലെ ഇവിടെ അക്കൗണ്ടിൽ 2 വർഷം ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇവിടെ വന്നിറങ്ങി പരിചയപ്പെട്ട ആദ്യ സമയം മുതൽ നല്ല സ്നേഹബന്ധത്തിലുള്ള ശുശ്രൂഷയിൽ അനവധി സന്ദർഭങ്ങളിൽ ഒരുമിച്ച് റീജിയനിലെ മീറ്റിങ്ങുകളിലൊക്കെ സഹകരിക്കാൻ ഒക്കെ കർത്താവ് അവസരം തന്നു. ബഹുമാനപ്പെട്ട AB പാസ്റ്റർ വളരെ ആഴമായൊരു അടുപ്പം താൻ പ്രസിഡൻ്റായി കഴിഞ്ഞാണ് കൂടുതലായിട്ടുണ്ടായത്. അതിനു മുമ്പ് കാണും വീണ്ടും വർത്താനം പറയുമെങ്കിലും നല്ലൊരു സ്നേഹബന്ധം. ദൈവമക്കളെ പറഞ്ഞു പോയാൽ അങ്ങനെ ഒത്തിരിയുണ്ട്. എൻ്റെ ദൈവമക്കളോടെല്ലാം പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനൊരു പാട്ടിൻ്റെ അടി എനിക്കിന്ന് പാടാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മോന് നിങ്ങൾക്ക് നമുക്കെല്ലാം കൂടെ ഒന്ന് പാടുകയാണ്. എനിക്ക് കർത്താവിനെ അത്ര സ്നേഹമാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലിറങ്ങിയതാണ്. കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടി. എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ചില വാക്കുകൾ പറഞ്ഞത്. ഞങ്ങൾ 3 ആൺമക്കളും 2 പെൺമക്കളും, ഞങ്ങൾ 5 മക്കളാണ്. കൃപയാൽ എൻ്റെ പ്രിയ അനിയൻ ബൈജു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 5 പേർക്ക് ഈ രാജ്യത്ത് വരാനും താമസിക്കാനും സ്നേഹിക്കാനുള്ള ഭാഗ്യമൊക്കെ ദൈവം തന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 3 ആൺമക്കൾക്കും ഈ രാജ്യത്ത് അതിനൊരു മുഖാന്തരമുണ്ട്. അതോടെ ഒരു വാക്ക് പറയാം. ഗ്രേസ് മോളുടെ വിവാഹത്തിൻ്റെ ആലോചന ഇങ്ങനെ വന്ന്
ആ കല്യാണാലോചന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഗ്രേസ് മോളുടെ ഫാദറിലോ അദ്ദേഹം എന്നോട് ആദ്യമായിട്ട്, ഞാനന്ന് ഖത്തറില്ല, എന്നെ കണ്ട ഉടനെ പറഞ്ഞൊരു പദം, പാസ്റ്ററെ ഖത്തർ വിടുമ്പം UAE പാസ്റ്റർക്ക് ഒരു ചാൻസ് കിട്ടും ശുശ്രൂഷയ്ക്ക്. അടുത്ത് പറയുക, അബുദാബിയിൽ നിങ്ങൾ 3 സഹോദരങ്ങളും ഒന്നിച്ച് ശുശ്രൂഷിക്കും. അദ്ദേഹം നല്ല വെളിപ്പാടുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യം പറയുന്നൊരു വാക്കതാണ്. സ്വപ്നത്തിലൊരു ചിന്തയില്ല, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, ഈ ഒരു കല്യാണ ആലോചനയുടെ കാര്യമായിട്ട് അവിടെ ചെന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞത് ആ ദൂത് അതുപോലെ നിറവേറിയെന്ന് ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. കർത്താവിൻ്റെ പ്ലാനായിരുന്നു. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചു. ആ പാട്ടിൻ്റെ വടി മോനിപ്പോഴും പാടും. വേഗം ഞാൻ അവസാനിപ്പിക്കും, ദീർഘമാക്കത്തിൻ്റെ വാക്കുകൾ. തിരമാലകൾ, ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ ഗിൽഗാൽ ഫെലോഷിപ്പ് ചർച്ച് ഞങ്ങളെ ആഴമായി സ്നേഹിച്ചു. ഈ സഭയുടെ പ്രാപ്തിക്ക് മീതെ ഞങ്ങളെ സ്നേഹിച്ചു, കരുതി, ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ തന്നു. ഈ UAE 4 പേര് എന്നെ അറിയാനിടയായെങ്കിൽ ഗിൽഗാൽ ഫെലോഷിപ്പ് എന്ന ആ സഭയുടെ ശുശ്രൂഷകൻ എന്ന പേരിലാണ്. ഈ അക്കൗണ്ടിൽ എനിക്കൊരു വേദി ഒരുക്കപ്പെട്ടെങ്കിൽ ഗിൽഗാൽ ഫെലോഷിപ്പ് എന്ന ചർച്ചിൻ്റെ പേരിൽ മാത്രമാണ്. ഞാൻ ഈ സഭയെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു. സ്നേഹത്തിനും കരുതലിനും ഒരു വാക്കും പറഞ്ഞാലും തീരാത്ത ബന്ധങ്ങളാണ്. പ്രിയ ജോൺസൺ ഓർമ്മിച്ച പോലെ ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൽ എന്നെ ആദ്യം കണ്ടത്, അന്ന് അദ്ദേഹം എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, സഹോദരനാണ്. ബാക്കി സഹോദരങ്ങൾ വെയിറ്റ് ചെയ്യാൻ പുറത്ത്. അവിടെ തുടങ്ങി സഭ ഇന്നയോളം ഞങ്ങൾക്ക് തന്ന കൈത്താങ്ങൽ, സ്നേഹം, ബന്ധം. ഞാൻ ഇന്ന് ആരാധനയിൽ പറഞ്ഞതുപോലെ
ചിലയിടത്തൊക്കെ ചില കാര്യത്തിൽ അല്പം കർക്കശക്കാരനായി പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ക്രൂരനാണോ എന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ട്. സ്നേഹമില്ലാത്ത മനുഷ്യനാണെന്ന് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും തോന്നാം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്ന അങ്ങനെയാണ്. ഞാൻ എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും കർത്താവിൻ്റെ വേലയാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. എനിക്കത് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. ഒരു പ്രാർത്ഥന പോലും നിരുത്സാഹത്തോടെയോ നിരുത്തരവാദിത്വത്തോടെയോ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് അഭിമാനിക്കുന്നില്ല ഞാൻ, പക്ഷെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അതിനാവോളം കർത്താവിൻ്റെ കൃപ ചോദിച്ചിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇന്നലെ രാത്രിയിലും ചില വീട്ടിൽ ഓടിക്കേറി ഒരു കൊച്ചു കുഞ്ഞു പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളെ ഇട്ടിട്ട് പോവാണ്. സ്വാഭാവികമാണ്, 35 വർഷമാണ് സഭാ ചാർജ്. ഒരു സെൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ അതിനെപ്പോഴും വേദനയുണ്ട്. ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്ത് ഇവിടം വരെ വന്നുകൊണ്ട് ഞങ്ങൾക്കറിയാം. പൊടിക്കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എനിക്ക് കിട്ടിയ ഒത്തിരി ഗിഫ്റ്റുകളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ ആയുസിൽ പാസ്റ്ററെ മറക്കാത്ത ഒരു ഡിന്നർ കുവൈറ്റിൽ PCK സഭയിലെ ഒരു അച്ചായൻ എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയി കഴിപ്പിച്ചതാണ്. ഇവിടെ രാജ്യത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കാൻ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ടേബിളാണ്. പക്ഷെ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ച ഏറ്റവും നല്ല ആഹാരം എന്ന് പറയുന്നത് പിടിയരിയാണ്. അത് കഴിച്ചാൽ ഞങ്ങളുടെ ശുശ്രൂഷ വളർന്നത്. ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് 2.5 രൂപ സ്തോത്ര കാഴ്ചയും എല്ലാ ആഴ്ചയിലും കിട്ടുന്ന ഒരു കോഴിമുട്ട ഒരു പാവപ്പെട്ട സഹോദരി കുട്ടിയും, അതല്ല എൻ്റെ സുവിശേഷം എന്നെ തുടങ്ങിയത്. അന്ന് കിട്ടുന്നത് 2.5 രൂപയാണ് ഞങ്ങൾക്ക് സ്തോത്ര കാഴ്ച. IPC ആകട്ടെ, ഒരു സംഘടനയാകട്ടെ, 10 പൈസ ഒരു ബോർഡിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല. ഇത്രയും കൊല്ലത്തിനിടെ ഒരു സംഘടനയുടെയും വാങ്ങാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. കാരണം വിശ്വാസത്തിൻ്റെ യാത്രയായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾ ആഗ്രഹിച്ചതിലും അർഹിച്ചതിലും അപ്പുറം പട്ടിണി കിടന്നു എന്ന് ചോദിച്ചാൽ പട്ടിണി കിടന്നിട്ടില്ല. പക്ഷെ പട്ടിണിയുടെ സാഹചര്യത്തിലൂടെ പോയത് എൻ്റെ ബെൻസൺ മോൻ ജനിച്ച് അവൻ 6 മാസം പ്രായമുള്ളപ്പോഴാണ്. ഒരു ദിവസമാണ് ഏറ്റവും ഭാരപ്പെട്ടത്. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കർത്താവ് വിട്ടിട്ടില്ല. സഭ ഞങ്ങളോട് കാണിച്ച ആദരവും സ്നേഹം, ഇവിടുത്തെ യൂത്ത്, സഹോദരി സമാജകം, സഭാ ദൈവമക്കൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സായ കുറച്ച് സഹോദരന്മാർ, എനിക്ക് കിട്ടിയ ഒത്തിരി സമ്മാനങ്ങൾ, മൊമെൻറ്റോകളെല്ലാം കിട്ടി. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്ന ആ കുഞ്ഞുങ്ങളുടെ ആശ്ലേഷണം, അവർ തന്ന വാക്കുകൾ, ഇതൊന്നും വിസ്മരിക്കാൻ കഴിയാത്തതാണ്, എടുത്തു പറയേണ്ടതാണ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ചർച്ച് കൗൺസിലിന്, ഓരോ കൗൺസിൽ മെമ്പേഴ്സിന്, സഹോദരി സമാജകത്തിൻ്റെ പ്രവർത്തകർക്ക്, PYP യുവജനങ്ങൾ, സഭയിലെ മെമ്പേഴ്സ്, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണം. ഇന്ന് ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് വേണ്ടി സഭയുടെ മെമ്പേഴ്സാണ് എബി ഫാമിലി, പ്രിയപ്പെട്ട ബിബി കുടുംബം. അവർ 2 പേരുമാണ് ദൂരെ നിന്ന് വന്നവർ. അവർക്ക് 2 പേർക്കും ഒത്തിരി നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുക. കർത്താവ് വരാൻ താമസിച്ചാൽ പ്രാർത്ഥനയുടെ മുഖത്ത് നമുക്ക് ഒന്നിച്ച് കാണാം. അതിലൊക്കെ ഉപരിയായി വിൽസൺ പാസ്റ്റർ പറഞ്ഞു നിർത്തിയതുപോലെ നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. നമ്മുടെ ദേശം അങ്ങേക്കരയാണ്. സ്വന്തമായൊരു ദേശത്തിന് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നിത്യത എന്ന ദർശനത്തിൽ നിന്നാണ് ഇവിടെ മാറരുത്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും വലുത് സുവിശേഷം അറിയിക്കുകയാണ്. സഭയുടെ കണ്ണും കാതും സുവിശേഷമായിരിക്കട്ടെ. സുവിശേഷം അറിയിക്കുക എന്ന ദർശനത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കട്ടെ. സഭയെ ദൈവം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.